ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ സെമസ്റ്ററിൽ ഇയർ ഔട്ടിന്റെ വക്കത്താണ്. ഈ 18-ാം തീയതി അവർ ഇയർ ഔട്ട് പ്രഖ്യാപിക്കപ്പെട്ട് പലരെയും വീട്ടിലേക്കും ഹോസ്റ്റലിൽ നിന്നും ഒക്കെ പുറത്താക്കി. ആദ്യം ഇയർ ഔട്ടിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ട് വേണം ഈ കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാൻ. ഇയർ ഔട്ട് എന്ന സമ്പ്രദായം എങ്ങനെയാണ് വന്നത്? നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ IIT നിലവാരത്തിൽ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സിൻഡിക്കേറ്റ് ഇയർ ഔട്ടിനെ കുറിച്ച് ആലോചന നടത്തുന്നത്. പക്ഷേ സംഘപരിവാറും കോൺഗ്രസും ഗവർണർക്ക് വേണ്ടി KTUവിൽ രാഷ്ട്രീയ അസ്ഥിരതയും ഭരണകൂടപരമായി അവിടെ ഭരണം നടത്താൻ കഴിയാത്ത വിധത്തിൽ ആ സർവകലാശാലയെ മുച്ചോട് മുടിക്കാനുള്ള ഇടപെടൽ നടത്തിയപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവിയാകെ ഇരുളിലായി. ആ പശ്ചാത്തലത്തിന്റെ തുടർച്ച കൂടിയായാണ് ഇപ്പോ കീം പരീക്ഷ ഒഴിവാക്കണം എന്നുള്ള നിലപാടെടുക്കുന്നത്. കീം പരീക്ഷ ഒഴിവാക്കണം എന്നുള്ള നിലപാട് ഏത് വാദത്തിന്റെ ഭാഗമായാണ്? കീം പരീക്ഷ ഒഴിവാക്കിക്കൊണ്ട് മാർക്കിന്റെ ബേസിസിൽ മാത്രം അഡ്മിഷൻ നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നതെങ്കിൽ അതിന്റെ വിദഗ്ധ പഠനമൊക്കെ നടക്കണം. അതൊക്കെ നടത്തി അതിന്റെ കാര്യങ്ങളിലേക്ക് SFI അഭിപ്രായം പറയാം. പക്ഷേ അതിനു മുമ്പ് ഈ ഇയർ ഔട്ട് സമ്പ്രദായത്തെക്കുറിച്ച് സർക്കാരിന് എന്താ പറയാനുള്ളത്? എത്ര തവണ SFI സമരം ചെയ്തു? വിദ്യാർത്ഥികളെ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുകയാണ്. ആ വിഷയവും സർക്കാർ അടിയന്തരമായി പരിഹരിക്കണം. ആ വിഷയത്തിൽ SFI തുടർച്ചയായി 4 മാർച്ചുകൾ അവിടെ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ സ്ഥിരമായി ഈ ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് സ്കൂളിൽ നിന്ന്, ക്യാമ്പസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഭാവി അനിശ്ചിതത്വത്തിലാണ്. ചില വിദ്യാർത്ഥികൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ആക്സിഡന്റോ രോഗാവസ്ഥയോ ഒക്കെ വന്നതിന്റെ ഭാഗമായി പരീക്ഷ എഴുതാൻ കഴിയാതെ ക്രെഡിറ്റ് കിട്ടിയില്ല. 18 ക്രെഡിറ്റാണ് വേണ്ടത്. 17ഉം 16ഉം ക്രെഡിറ്റുള്ള കുട്ടികൾ പോലും പുറത്താണ്. അപ്പോ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി കൂടി മാറണം എന്ന് SFI ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ വലിയ വീഴ്ചയാണ്. ഈ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലും കൃത്യമായി കാര്യം അപഗ്രഥിച്ച് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതിലും സർക്കാർ ഏജൻസികൾക്ക് തുടർച്ചയായി വീഴ്ച വരികയാണ്. അതും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊന്ന് KEIP IHRD ഫീസുകളാണ്. KEIP IHRD ഫീസുകൾ വൻതോതിലാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI സമരം ചെയ്തപ്പോൾ ഞങ്ങളുടെ സമരത്തിന് പുതിയ പേര് തന്നെ കേരളത്തില് പോലീസും മാധ്യമങ്ങളും ഇട്ടുവന്നു. അപ്പോ ഞങ്ങളെ അതിൽ പ്രധാനപ്പെട്ട മാധ്യമമാണ് മനോരമ, മീഡിയ വൺ, ഏഷ്യാനെറ്റ്. ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, പേരക്കെട്ടത് കൊള്ളാം, എവിടെ വീഡിയോ ആശാനെ? വീഡിയോ എവിടെ? ഞങ്ങൾ ബ്ലേഡുമായി പോയതിന്റെ എന്തെങ്കിലും ഫൂട്ടേജ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ അന്നേ ചോദിച്ചു. അപ്പൊ നുണ പറയുന്നത് നിർത്തിയാൽ കൊള്ളാം. നിങ്ങളെല്ലാവരും കൂടി കേരളത്തിൽ SFIയെ, കാരണം എന്താ, SFI ശരിയുടെ നിലപാടെടുക്കുന്നു, വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടുന്നു, ഏറ്റവും നല്ല നിലയിൽ നന്മയുടെ പക്ഷത്ത് നിന്ന് പോരാടുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി SFI വളർന്നു വരുന്നു. കേരളത്തിന്റെ ഇടതുപക്ഷധാരയ്ക്ക് വലിയ ശക്തി പകരാൻ SFIക്ക് കഴിയുന്നു. ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായ കാലം തൊട്ട് നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയതാണ് SFIയെ. SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയെ തൊട്ട് സംസ്ഥാന സെക്രട്ടറിയെ പോലും നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. നുണ കൊണ്ട് നിങ്ങൾ അശരിവാദം പോലെ പെയ്തിറക്കിയ നുണമഴകൾ എല്ലാം ഞങ്ങൾ കൊണ്ടു. പക്ഷെ ചോദിക്കാനുള്ളത്, നിങ്ങളൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും സത്യം വേണ്ടേ? KEIP IHRD വിഷയത്തിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയം, വിദ്യാർത്ഥികൾ ഇപ്പോൾ സമരത്തിലാണ്. പക്ഷെ നിങ്ങൾ ആ സമരത്തെ എങ്ങനെയാ കാണിച്ചത്? പോലീസിനെ ആക്രമിക്കാൻ വിദ്യാർത്ഥികൾ ബ്ലേഡുമായി പോയി. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? അങ്ങനെ ഏതെങ്കിലും സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്നിരിക്കെ അതിനൊരു തിരുത്തുകൊടുത്ത് മാപ്പ് പറയാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം. അല്ലെങ്കിൽ അത് തിരുത്താനെങ്കിലും നിങ്ങൾ തയ്യാറാവണം. മാധ്യമങ്ങൾ ഞങ്ങളോട് മാപ്പ് പറയണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, തിരുത്താൻ തയ്യാറാവണം. ഇപ്പൊ SFI കേരളത്തിലെ ക്യാമ്പസുകളും പൊതുസമൂഹത്തിലും വളർന്നു വന്നിട്ടുള്ളത് അതിന്റെ പോരാട്ട വീര്യത്തിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊണ്ടതിനും ഭാഗമായാണ്. മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇതൊന്നും ചെയ്യാത്തതിന് ഞങ്ങളെന്ത് വേണം? മനോരമേ, നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതിനൊന്നും കെൽപ്പില്ലാത്തത് ഞങ്ങളുടെ കുറ്റാണോ? ഞങ്ങളുടെ കുറ്റാണോ? നിങ്ങൾ കോട്ടയത്ത് ഇരുന്നിട്ട് ഹെഡ് ഓഫീസിൽ ഇരുന്ന് KPCC ആസ്ഥാനത്ത് വിളിച്ചിട്ട് പറയണം, മറ്റവർ ഇറങ്ങിയിട്ടുണ്ട് കൊടിയുമായി, KEIP വിഷയത്തിൽ, IHRD വിഷയത്തിൽ, KTUവിന്റെ വിഷയത്തിൽ, ബസ് കൺസെഷൻ വിഷയത്തിൽ അവകാശങ്ങൾ 92 ഇനവുമായി മാർച്ച് ചെയ്യുന്നു. എന്തെങ്കിലും ചെയ്യാൻ ആ KPCC ഓഫീസിലേക്ക് വിളിച്ച് KSUക്കാരോടൊന്ന് പറയണം.
അതൊക്കെ പറഞ്ഞിട്ട് വേണം ഇപ്പുറത്ത് ഈ ചീത്തവിളിയൊക്കെ നടത്താൻ, നുണപ്രചരണം നടത്താൻ. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നന്നാകും. അപ്പൊ ആ നിലയിൽ കാര്യങ്ങൾ മാറുകയാണ്. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ നടപ്പിലാക്കിയ സർക്കാരാണ് തൊട്ടുമുമ്പേ അധികാരത്തിൽ നിന്ന് പോയത്, ഇടതുപക്ഷ സർക്കാർ. 55,000 ക്ലാസ് റൂമുകളിൽ ആദ്യ ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം ഘട്ട സർക്കാരിൽ അത് തുടർച്ചയിൽ 85,000-ത്തിലേക്കും ഉയർത്താൻ അത് കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം പുരോഗമിക്കുന്ന വഴിയാണ് തെരഞ്ഞെടുപ്പും അധികാരമാറ്റവും ഒക്കെ ഉണ്ടായത്. അപ്പൊ ഈ ഹൈടെക് ക്ലാസ് റൂമുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നെറ്റ് ആക്സസിബിലിറ്റി 100% ആയിരിക്കണം. കേരളം ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചതാണ് എല്ലാവർക്കും നെറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരു നെറ്റിസൺ കൂടിയാണ് കേരളത്തിൽ. എല്ലാവർക്കും സൗജന്യമായി കണക്ഷൻ ലഭിക്കണം എന്നുള്ള നിലപാട്. അതിൽ പ്രത്യേകിച്ച് കെ ഫോണിന്റെ ഭാഗമായി കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇടപെടൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട ടൌണുകളിൽ നഗരങ്ങളിലൊക്കെയും നമുക്ക് കെ ഫോൺ ഇപ്പൊ കണക്ട് ചെയ്യാം. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യാമായിരുന്നു. അവിടെയാണ് ഇന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും കെ ഫോൺ സൗജന്യമായി ലഭിക്കുന്ന സൌകര്യം സർക്കാർ പിൻവലിക്കുന്നു. സർക്കാർ സ്കൂളുകളുടെ കെ ഫോൺ സൌകര്യം, സൗജന്യമായിട്ടുള്ള സൌകര്യം പദ്ധതി സംസ്ഥാന സർക്കാർ പിൻവലിക്കുന്നു. പകരം സ്കൂളുകൾ തന്നെയും ഈ നെറ്റ് ചാർജ് ബില്ലായി പേ ചെയ്യണമെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. ഞാൻ ചോദിക്കുന്നത്, ടാറ്റ പോലും അറിയാത്ത ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ കാര്യങ്ങൾ മാത്രം പറയുന്ന മുഖ്യമന്ത്രിക്കും സംവിധാനങ്ങൾക്കും ഈ ഉപജാപക സംഘത്തിനും കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികളുടെ പഠനം അത് മെച്ചപ്പെടുത്താനുള്ള ഈ സൌകര്യങ്ങൾ, അതിനോടൊക്കെ എന്താണ് ഇത്ര കലിപ്പ്, ഇത്ര പ്രശ്നം? കുട്ടികൾ പഠിക്കട്ടെ, അവർക്ക് വേണ്ടിയാണ് ഈ സൌകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പണമുള്ളവനും ഇല്ലാത്തവനും ഒരേ സൌകര്യങ്ങൾ ലഭിച്ച്, ആ സൌകര്യങ്ങൾ ലഭിച്ച് അവൻ പഠിച്ച് അവർ തമ്മിൽ മത്സരിച്ച് ഇവിടെ നല്ലൊരു മെറിറ്റോറിയസ് ആയ അന്തരീക്ഷം ഉണ്ടാവട്ടെ. ഈ കേരളത്തിൽ ജാതിഭ്രാന്തന്മാരും മതഭ്രാന്തന്മാരും കുട്ടികളുടെ ജീവിതത്തിൽ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആ തരത്തിലേക്ക് കേരളത്തെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം എന്നുള്ളത്. അത് അടുത്ത തലമുറയിൽ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാൻ കഴിയും. അവർ നല്ല പൌരന്മാരായിരിക്കും. അവിടെയാണ് നിങ്ങൾ വീണ്ടും കത്തിവെക്കുന്നത്. UDFന്റെ പ്രഖ്യാപിത നയം ഈ പറഞ്ഞ പൊതുപങ്കാളിത്തത്തോടുകൂടിയും ഈ പൊതുജന താൽപര്യങ്ങളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളെയും പൂർണ്ണമായും റദ്ദാക്കാനുള്ള ഇടപെടൽ തന്നെയാണെന്നറിയാം. പക്ഷേ തുടങ്ങിവെച്ച മാതൃകാപരമായ പ്രവർത്തനങ്ങൾ റദ്ദ് ചെയ്യരുത്. ഇതാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്.